ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ, അതേപോലെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സെൽ പൊട്ടൻഷ്യൽ എന്നിവ പഠിച്ചു. ഇലക്ട്രോഡ് മുക്കി വെച്ചിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ. That means it gives a quantitative relationship between electrode potential and concentration of electrolyte solution. അപ്പോൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോലൈറ്റിന്റെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ മാറും. അപ്പോൾ കോൺസെൻട്രേഷനിലുള്ള മാറ്റം സെല്ലിന്റെ പൊട്ടൻഷ്യലിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആ നേൺസ്റ്റ് ഇക്വേഷന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഒരു 2-3 ആപ്ലിക്കേഷൻസ് അത് ഉപയോഗിച്ചിട്ട്, അതായത് നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില ക്വാണ്ടിറ്റികൾ, ആപ്ലിക്കേഷൻസ് ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ തന്ന ശേഷം പറയാം ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ഡാനിയൽ സെൽ എന്താണ്, Zn2 പ്ലസ് Cu2 പ്ലസ് C, ഇതാണല്ലോ നമ്മുടെ ഡാനിയൽ സെല്ല്. ഈ ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻ എന്താണ്, റിഡോക്സ് റിയാക്ഷൻ എന്താണ്, Zn പ്ലസ് Cu2 പ്ലസ് gives Cu പ്ലസ് Zn2 പ്ലസ്. ഇതാണ് സെൽ റിയാക്ഷൻ അല്ലെ. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം നടക്കുമോ, അതായത് സെല്ല് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരുപാട് കാലത്തേക്ക് അതിൽ നിന്ന് കറന്റ് കിട്ടുമോ, അല്ല അത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകുമോ, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അത് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് പറയാൻ വേണ്ടി നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അത് ആവശ്യമുണ്ട്. എന്താണത്, ഈ ഇലക്ട്രോഡ് ഈസ് ഈക്വൽ ടു ECO ഇലക്ട്രോഡ് പ്ലസ് 0.059 divided by n log mn plus. അല്ലെ, ഇനി നമ്മുടെ ഡാനിയൽ സെല്ലില് ഓക്സിഡേഷൻ ഹാഫ് സെല്ലില് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടുണ്ട് അല്ലെ, ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ ഓഡ് അല്ലെ. ഇനി ഈ രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്തുകൊണ്ട് സാൾട്ട് ബ്രിഡ്ജ്, ഇതിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു മെറ്റാലിക് വയർ, ഇതാണല്ലോ നമ്മുടെ അറേഞ്ച്മെന്റ് അല്ലെ. ഇനി ഇവിടെ സൊല്യൂഷനിൽ ഒരുപാട് Cu2 പ്ലസ് ഉണ്ട്. ഇനീഷ്യലി സൊല്യൂഷനിലുള്ള Cu2 പ്ലസിന്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അതേപോലെ ഇനീഷ്യലി ഈ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല. അതായത് സിങ്ക് റോഡിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്ന Zn2 പ്ലസിന്റെ അളവ്, കാറ്റിയോണിന്റെ അളവ് ഇവിടെ കുറവാണ്. അവിടെ കാറ്റിയോണിന്റെ അളവ് സൊല്യൂഷനിൽ ഒരുപാട് കൂടുതലാണ്. റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് Cu2 പ്ലസിന്റെ അളവ് ഇവിടെ കൂടുതലാണ്. അവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന Zn2 പ്ലസിന്റെ അളവ് കുറവാണ്. സൊല്യൂഷനിൽ Zn2 പ്ലസ് ഉണ്ട്, അതല്ല ഇലക്ട്രോഡിൽ നിന്നുണ്ടാകുന്ന Zn2 പ്ലസിന്റെ അളവ് ഇല്ല എന്ന് പറയാം. ഇവിടെയോ CuSO4ലെ Cu2 പ്ലസ് കൺസ്യൂം ചെയ്യപ്പെടുന്നില്ലല്ലോ, ഇല്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, Zn2 പ്ലസ് ആയിട്ട് മാറുന്നു അല്ലെ. ഉണ്ടാകുന്ന 2 ഇലക്ട്രോൺസ് ഇതിലെ കൂടി മുകളിലോട്ട് ഫ്ലോ ചെയ്യും, അപ്പുറത്തേക്ക് ഫ്ലോ ചെയ്യും. അത്
ഫലമായിട്ട് ഈ 2 ഇലക്ട്രോണുകളെ Cu2+ അക്സെപ്റ്റ് ചെയ്യുന്നു, Cu2+ കൺസ്യൂം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ റിഡക്ഷൻ ഹാഫ് സെല്ലിലുള്ള കാറ്റിയോണിന്റെ അളവ്, റിഡക്ഷൻ ഹാഫ് സെല്ലിലെ Mn+ന്റെ അളവ്, മെറ്റൽ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ട് വരും. അതേസമയം ഇവിടെ മെറ്റൽ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ട് വരും. അപ്പൊ നോക്ക്, ഈ ഇക്വേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് നോക്ക്. ഇവിടെ Cu2+ന്റെ കോൺസെൻട്രേഷൻ കുറയും, അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറയും. അതേസമയം ഇവിടെയോ Zn2+ന്റെ അതായത് Mn+ന്റെ അളവ് കൂടുന്നത് കൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടും. ഇതിന്റെ പൊട്ടൻഷ്യൽ കുറയുന്നു, ഇതിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. എന്തുകൊണ്ടാണോ കറണ്ട് ഫ്ലോ ചെയ്തത്? ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലും ഇവിടെ പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് കറണ്ട് അങ്ങോട്ട് ഒഴുകിയത്. പക്ഷേ റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ, ഈ ഇലക്ട്രോഡ് റിയാക്ഷൻ, സെൽ റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ കാറ്റിയോണിന്റെ അളവ് കുറയുന്നു, ഇവിടുത്തെ കാറ്റിയോണിന്റെ അളവ് കൂടുന്നു. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ട് വരുന്നു, ഇതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ട് വരുന്നു. അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തും. ആ സ്റ്റേജിന്റെ പ്രത്യേകത എന്താ അറിയാവോ? ആ സ്റ്റേജിൽ ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഈക്വലായിട്ട് വരും. 2 ഹാഫ് സെല്ലുകളുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ ഈക്വൽ ആകുന്ന ഒരു സ്റ്റേറ്റ് വരും. അങ്ങനെ ഒരു സ്റ്റേറ്റ് വന്നാൽ എന്തായി? എന്താണ് മക്കളെ ഈ സെല്ല്? ഈ സെൽ ഈസ് ആക്ച്വലി ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇത് രണ്ടും ഈക്വൽ ആയാൽ ഈ സെൽ ബിക്കം 0. സെൽ പൊട്ടൻഷ്യൽ 0 ആവും. സെൽ പൊട്ടൻഷ്യൽ 0 ആയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതല്ലേ, കറന്റ് ഉണ്ടാവില്ല, കറന്റ് ഫ്ലോ ചെയ്യില്ല. In that state we can say that the redox reaction achieved the equilibrium state. അപ്പോൾ എപ്പോഴാണോ സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്, അപ്പോൾ അവിടെ എന്തുണ്ടാകൂല? അപ്പോൾ മുതൽ അവിടെ എന്തുണ്ടാകൂല? കറന്റ് ഉണ്ടാകൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഇത് ഏത് സെല്ലിലും സംഭവിക്കും, എല്ലാ സെല്ലിലും ഇങ്ങനെ സംഭവിക്കും. സെൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ കാഥോഡിലെ കാറ്റിയോണിന്റെ അളവ് കുറയുന്നു, ആനോഡിലെ കാറ്റിയോണിന്റെ അളവ് കൂടിക്കൊണ്ട് വരുന്നു. അങ്ങനെ അവസാനം സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അങ്ങനെ സെല്ലിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവും. വർക്കിംഗ് സ്റ്റോപ്പ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നില്ല, അതിന്റെ ഫലമായിട്ട് കറണ്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അങ്ങനെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണിത്. ഈ ഇക്വിലിബ്രിയം റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. Kc ആണ് ഇവിടെ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ എന്താണ് Kcയുടെ എക്സ്പ്രഷൻ? Kc is equal to concentration of Cu into concentration of Zn2+ divided by concentration of Zn into concentration of Cu2+. അല്ലേ? ഇനി ഇത് രണ്ടും പ്യുവർ മെറ്റൽ ആണെങ്കിലോ ഈക്വൽ ടു 1. അപ്പൊ എന്താണ്? ഈക്വൽ ടു Zn2+ divided by Cu2+. ഇതാണ് കേസ്. ഈ കേസിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് നേഴ്സ് ഇക്വേഷൻ ഉപയോഗിക്കാം. സോ ദി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് കാൽക്കുലേഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് കാൽക്കുലേറ്റ് ദി equilibrium constant of cell reaction. Equilibrium constant കണ്ടെത്തുക. അപ്പോൾ ഇതാ ഈ ഇക്വിലിബ്രിയം റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേസിന്റെ വാല്യൂ എങ്ങനെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം? ഇതെല്ലാം ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ സെല്ലിന്റെ ഞാൻ ഒന്നുകൂടി എഴുതാണ് നമ്മുടെ ഡാനിയൽ സെല്ല് Zn2+ Cu2+ Cu. ഓക്കെ, എന്താണ് പിന്നെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താണ്? Zn plus Cu2+ ഇക്വിലിബ്രിയം റിവേഴ്സിബിൾ ആരോ Zn2+ Cu.
എന്നാണ് ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? നമ്മൾ നേരത്തെ അത് അവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെ കണ്ടെത്താൻ നോക്കാം. എന്താണ് ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ? Nernst equation for cell potential: E cell is equal to E0 cell plus 0.059 divided by n, which is 2. Here 2 log നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. Z2 പ്ലസ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ക്ലാസ് ഒന്നുകൂടി നോക്കുക, അവിടെ കാണും. ഓക്കെ, ഇനി റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം എന്താണ്? അറ്റ് ഇക്വിലിബ്രിയം ഈ സെൽ എന്താ? ഈ സെൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സെൽ 0 ആണ്. പിന്നെയോ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഇസ് ദിസ് Kc, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ 0 ആയില്ലേ? അപ്പോൾ 0 is equal to E0 സെൽ പ്ലസ് ആ പ്ലസ് എന്നുള്ളത് ഞാൻ മൈനസ് ആക്കുന്നു. അപ്പൊ എന്താണെന്ന് അറിയോ? 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് എന്നാവും അല്ലെ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഈക്വൽ ടു E0 സെൽ, ഞാൻ അതിന് ഇങ്ങോട്ട് എടുക്കുന്നു. മൈനസ് ക്യാൻസൽ ആയി. സോ E0 cell is equal to 0.059 divided by n log ഇതെന്താണ്? ഇത് Kc ആണ് അല്ലെ? അപ്പോൾ log Kc. From this log Kc is equal to n into E0 cell അല്ലെ divided by 0.059. ഇനി ഇതിന് Kc എങ്ങനെയാണ് വെക്കാം? Kc is equal to anti-log of അല്ലേ? Anti-log of n E0 cell divided by 0.059. So this is the equilibrium constant for this reaction. അപ്പോൾ ഇതിൽ എന്നും എന്നിന്റെ വാല്യൂ E0 സെൽ അറിഞ്ഞാൽ മതി Kc കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നോക്കാം അപ്പോൾ എങ്ങനെയാ ചെയ്തത്. അടുത്ത ആപ്ലിക്കേഷൻ, നമ്മളിപ്പോ സെല്ലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും, വിച്ച് ഈസ് ദി യൂസ്ഫുൾ എനർജി അല്ലെ? The maximum amount of useful energy available from a system is called its free energy അല്ലെ? അപ്പോൾ ഇങ്ങനെ സെല്ല് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? സെല്ലിന്റെ ഫ്രീ എനർജി കുറഞ്ഞുകൊണ്ട് വരും. നമ്മളിത് കണ്ടെത്താൻ പോകുന്നത് വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദിസ് സിസ്റ്റം, ഡെൽറ്റ ജി കണ്ടെത്തണം. ഓക്കെ, ടു കാൽക്കുലേറ്റ്, രണ്ടാമത് ടു കാൽക്കുലേറ്റ് ദി ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദി സെൽ. ടു കാൽക്കുലേറ്റ് ദി ഫ്രീ എനർജി ചേഞ്ച്, ഫ്രീ എനർജി ചേഞ്ച് of the cell. എങ്ങനെ അത് ചെയ്യാൻ നോക്കാം. ആക്ച്വലി ഒരു സെല്ല് എന്താ ചെയ്യുന്നത്? ഈ കറണ്ട് കിട്ടാണെങ്കിൽ സെല്ല് എന്താ ചെയ്യുന്നത്? സെല്ല് ഡാനിയൽസൺ എടുത്തു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ? ഇലക്ട്രോൺസ് തനിയെ മൂവ് ചെയ്യണോ? ഇല്ല. മോഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? വർക്ക് ചെയ്യണം. അപ്പൊ ആക്ച്വലി എന്താ ഈ സെല്ല് ചെയ്യുന്നത്? ഇവിടെ ഉണ്ടാകുന്ന, ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് ഇവിടേക്ക് തള്ളി നീക്കുന്നു.
ഇവിടെ ഓക്സിഡേഷന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ആ ഇലക്ട്രോൺസ് ഈ പോയിന്റിൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ തള്ളി നീക്കുകയാണ് ആര്? നമ്മുടെ സെല്ല്. അപ്പൊ ഇലക്ട്രോൺസിന് അങ്ങനെ, അതായത് ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അവിടെ കാഥോഡ്, ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അങ്ങനെ സെല്ല് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ സെല്ല് നല്ലോണം വർക്ക് ചെയ്താൽ നല്ലോണം ഇലക്ട്രോൺസ് അങ്ങോട്ട് തള്ളി നിൽക്കാലോ, അവിടെ നല്ലോണം ചാർജ് കൂടും, ഇവിടെ ചാർജ് കുറയും. അതിന്റെ ഫലമായിട്ട് നല്ലോണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് നല്ലോണം കറണ്ട് ഉണ്ടാകും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ കറണ്ട് കൂടും. അത് നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്, V പ്രൊപ്പോർഷണൽ ടു I. അപ്പൊ ആക്ച്വലി എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ചാർജിന്റെ എമൗണ്ടിലുള്ള വ്യത്യാസമാണ്. ആ ചാർജിന്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്താണ്? അത് സെല്ല് ചെയ്യുന്ന ഒരു വർക്കാണ്. സെല്ല് ആ വർക്ക് നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. സെല്ല് ചെയ്യുന്ന വർക്ക് കുറവാണെങ്കിൽ കുറച്ച് ഇങ്ങനെ തള്ളി നീക്കിയാലോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. സോ ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മൾ ഫിസിക്സിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന V നാണ് ഡിനോട്ട് ചെയ്തത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ആക്ച്വലി the work done by the cell to move the charge, q coulomb charge, from one point to another. അല്ലെ, ഈ വർക്ക് കൂടുതലാണെങ്കിൽ ഈ V കൂടുതലായിരിക്കും, ഈ വർക്ക് കുറവാണെങ്കിൽ ഈ V കുറവായിരിക്കും. ആ വീനെ നമ്മൾ ഇവിടെ പറഞ്ഞ പേരാണെന്ത്? സെൽ പൊട്ടൻഷ്യൽ. അല്ലെ, സെൽ പൊട്ടൻഷ്യൽ, സെല്ലിന്റെ എബിലിറ്റി, ആ പേരിൽ തന്നെ ഉള്ളത് സെൽ പൊട്ടൻഷ്യൽ. സെല്ലിന്റെ പൊട്ടൻഷ്യൽ for what? To move the charge from anode to cathode and hence to make the potential difference between the electrodes. അല്ലെ, അപ്പൊ എന്താണ് ഈ V എന്ന് പറഞ്ഞാൽ? ആക്ച്വലി the cell potential ആണ്. സെൽ പൊട്ടൻഷ്യൽ ആണ്. It is equal to W by Q. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് n ഫാരഡേ ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ Q എത്രയാണ്? NF. So Q is equal to NF. So E cell is equal to W by NF. From this W is equal to NF into E cell. അപ്പൊ ഈ വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെല്ലിൽ നിന്ന് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്, which is the free energy. That means W is actually the delta G of this cell. അല്ലെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. പക്ഷെ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമ്പോൾ ഡെൽറ്റ ജി എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF A സെൽ. കണ്ട, നമുക്ക് എന്ത് കിട്ടി? സിസ്റ്റത്തിന്റെ ഫ്രീ എനർജി ചേഞ്ച് കിട്ടി. എന്തറിഞ്ഞാൽ മതി? എന്നും എന്നിന്റെ വാല്യൂ അറിഞ്ഞാൽ മതി. F കോൺസ്റ്റന്റ് ആണ്, ഈ സെൽ പൊട്ടൻഷ്യൽ അറിഞ്ഞാൽ മതി. അപ്പൊ ഈ രണ്ടെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാം. അതിപ്പോ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു മൈനസ് NF സെൽ. So this is the equation to calculate the free energy change of the system. System is your cell. Okay, അപ്പൊ ഇത് ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് അപ്ലിക്കേഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്തായിരുന്നു? To calculate the equilibrium constant Kc of this reaction when it is at equilibrium. Okay, രണ്ടാമത്തെ എന്താണ്? ആ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഫ്രീ എനർജി ചേഞ്ചിന്റെ അളവ്. ഓക്കെ, ഇനി അടുത്തത് ആ നേരത്തെ കണ്ടുപിടിച്ച Kcയും ഈ ഡെൽറ്റ ജിയും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് കണ്ടെത്താം. കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്കിലാണ് നമ്മൾ റിലേഷൻ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ അതിന്റെ ഡെറിവേഷൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ അതിന്റെ ഡെറിവേഷൻ പറയാൻ പോവാണ്. റിലേഷൻ ബിറ്റ്വീൻ Kc ആൻഡ് ഡെൽറ്റ ജി. അപ്പൊ ഡെൽറ്റ ജി എന്താണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മൈനസ് NF E0 സെൽ. അല്ലെ, ഇനി വേണം മക്കളെ കേൾക്കോ. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തതേ ആ ഇക്വിലിബ്രിയം E0 സെൽ ഈസ് ഈക്വൽ ടു
0.059 divided by n log Kc. Which is actually equal to 0.059 എങ്ങനെയാ കിട്ടിയാൽ നമുക്ക് അതിങ്ങനെയല്ല കിട്ടിയത്. നേഴ്സ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ നോക്കുക. 2.303 RT by NF. ഇതിനെ 2.303 into 8.314 into 298 divided by 96500 അപ്പോഴാണ് ഇത് കിട്ടിയത് നമുക്ക്. ഈ ഇൻറ്റു ലോഗ് സി അല്ലേ, അല്ല ലോഗ് കെ സി. ഇതാണ് ഈ സീറോ സെൽ. ഈ സീറോ സെൽ ഉണ്ടല്ലോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ്. ഈ സീറോ സെല്ലിന് ഇത് കൊടുത്ത് 2.303 RT by NF log Kc. NF cancelled. Then delta G0 is equal to minus 2.303 RT log Kc. Okay? ഇതാണ് റിലേഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ല അത്, പക്ഷെ അവിടെ റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പ്രധാനപ്പെട്ട 3 റിലേഷൻസ് നമ്മളിവിടെ പറഞ്ഞു. നോക്കേ, ഇനിയില്ലടോ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്, ചെറിയൊരു കുഞ്ഞു ടോപ്പിക്. അപ്പൊ സാധാരണ നമ്മൾ ഒരു സെല്ലുണ്ടാക്കുന്നത് എങ്ങനെയാണ്? സെല്ലുണ്ടാക്കണമെങ്കിൽ 2 ഇലക്ട്രോഡുകൾ വേണം അല്ലെ. നമ്മളിപ്പോ ഡാനിയൽ സെൽ ഉണ്ടാക്കുമ്പോൾ സിങ്ക് സൾഫേറ്റിനും കോപ്പർ സൾഫേറ്റിനും മുക്കി വെച്ചു. അപ്പൊ ഇലക്ട്രോഡ് എന്ന് പറയുന്ന സംഗതി ഡിഫറെന്റ് സൊല്യൂഷനും ഡിഫറെന്റ് മെറ്റലും തന്നെ വേണം. എനിക്ക് ഇങ്ങനെ ആക്കിയാൽ എന്താ പറയുക സെല്ലുണ്ടാക്കാൻ പറ്റൂലേ? ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചു. വേറൊരു ബീക്കറിൽ അതേ സംഭവം കൊണ്ടെടുത്തു, കോപ്പർ സൾഫേറ്റിൽ കോപ്പറോട് മുക്കി വെച്ചു. ഇത് പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് രണ്ടും ഒരേ സൊല്യൂഷൻ തന്നെയാണ്, പക്ഷെ ഇത് സെല്ലായിട്ട് വർക്ക് ചെയ്യില്ലേ? ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഒറ്റൊരു കണ്ടീഷൻ മാത്രം, ഈ 2 ഇലക്ട്രോലൈറ്റുകളുടെ കോൺസെൻട്രേഷനിലെ വ്യത്യാസം ഉണ്ടായാൽ മതി അല്ലെ. എന്തേ? കോൺസെൻട്രേഷൻ മാറുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറും. രണ്ടും ഒരേ കോൺസെൻട്രേഷനിലാണെങ്കിൽ രണ്ടിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെൽ ഈസ് ഈക്വൽ ടു 0. അതേസമയം 2 ഡിഫറെന്റ് കോൺസെൻട്രേഷനിലാണെങ്കിൽ എന്താവും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറും അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഇക്വേഷൻ. അപ്പോ ഒരു സെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരേ ടൈപ്പിലുള്ള സൊല്യൂഷനും ഒരേ ടൈപ്പിലുള്ള മെറ്റൽസും മതി. അത് 2 ഡിഫറെന്റ് കോൺസെൻട്രേഷനിൽ എടുത്താൽ മതി, എത്രയേ ഉള്ളൂ. സപ്പോസ് ഇതിന്റെ കോൺസെൻട്രേഷൻ C1 ഉം ഇതിന്റെ കോൺസെൻട്രേഷൻ C2 ആണെന്ന് വിചാരിക്കുക. ആൻഡ് C2 is greater than C1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ഈ ഇലക്ട്രോഡ് കൂടുതലാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടും മക്കളെ. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അതിന്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ഒഴുകും, കറന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകും. ഇങ്ങനെ ഒരേ ടൈപ്പിലുള്ള സൊല്യൂഷൻസും മെറ്റലും എടുത്തിട്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷനിലാണെന്ന് മാത്രം അങ്ങനെ ഒരു സെൽ ഉണ്ടാക്കിയാൽ അതിന്റെ പേരാണ് കോൺസെൻട്രേഷൻ സെൽ. കോൺസെൻട്രേഷൻ സെൽ. ഇനി ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നിങ്ങൾ ആദ്യത്തെ സെൽ പൊട്ടൻഷ്യൽ ഡാനിയൽ സെൽ നോർമൽ കൊണ്ടുപോവാം. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ സീറോ സെല്ല് പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് Cu2 പ്ലസ് ബൈ Zn2 പ്ലസ്. ഇതെങ്ങനെയല്ലേ ഇത് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ? അതുപോലെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ കോൺസെൻട്രേഷൻ സെല്ലിന്റെ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ സീറോ സെൽ എത്രയാ? ഇതിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലും ഇതിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലും സെയിം അല്ലേ? അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ഇതിന്റെ സ്റ്റാൻഡേർഡ് reduction potential which is equal to 0. That means E0 cell is equal to 0 in the case of concentration cell. അപ്പോൾ അതില്ല. അപ്പോൾ ബാക്കി തരുന്നു 0.059 divided by n ലോഗ് ഇതേതാ? കാഥോഡിലെ കാറ്റയോണിന്റെ കോൺസെൻട്രേഷൻ. ഇതാണ് കാഥോഡ്, അതിന്റെ കോൺസെൻട്രേഷൻ C2 by C1. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ E cell is equal to ഇത് 0.059
0.9 എങ്ങനെയാ വന്നത്? ആർ ടി അല്ലേ? 2.303 മൾട്ടിപ്ലൈ അല്ലെ? അപ്പൊ ആർ ടി ബൈ എൻ എഫ് നാച്ചുറൽ ലോഗ് C2/C1 ഇങ്ങനെ ഇതല്ലേ ലെവല് അല്ലെ? 2.303 ഇൻറ്റു ആർ ഇൻറ്റു ടി ആണിത് ബൈ എഫ് ആണിത് അല്ലെ? അപ്പോ കോൺസെൻട്രേഷൻ ഹാഫ് സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കോൺസെൻട്രേഷൻ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പൊ ഈ സെൽ പൊട്ടൻഷ്യൽ കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, ഇതിലും പറ്റില്ല. അപ്പൊ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തിയാൽ മതി. C2 നല്ലോണം കൂടുക, C1 നല്ലോണം കുറയുക. അപ്പൊ ഈ ടേം നല്ലോണം കൂടും, അപ്പൊ ഈ സെല്ല് കൂടും. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ നമുക്ക് ഇവിടെ നിർത്താം. നെക്സ്റ്റ് സെക്ഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം.